ആദ്യമേ പറഞ്ഞതല്ലേ, വിധിയെ ഒരിക്കലും മാറ്റാൻ ശ്രമിക്കരുതെന്ന്. അങ്ങനെയായാൽ നാശമേ വരികയുള്ളൂ. വൈകുന്നേരമാകാൻ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ഷേർഖാൻ അവനോട് പരാജയപ്പെട്ടാൽ കാട് മുഴുവൻ ഷേർസിംഗിന്റെ ഭരണത്തിലാകും. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. മാലാഖ മാന്ത്രിക വിദ്യ ചെയ്തു. അവളുടെ കയ്യിൽ ഒരു പച്ച നിറമുള്ള പൂവ് വന്നു. ഈ പൂവ് കഴിച്ചാലുടനെ ഷേർസിംഗ് പിന്നെയും വയസ്സനാകും. പക്ഷേ അവൻ ഇത് എങ്ങനെ കഴിക്കും? അത് നീയാണ് നോക്കേണ്ടത്. ഇതിന് ഈ ഉപായം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഷേർസിംഗും ഷേർഖാനും അടുത്തടുത്തു വന്നു. മൃഗങ്ങളെല്ലാം അവരുടെ യുദ്ധം കാണാൻ തയ്യാറായി നിന്നു. വരൂ ഷേർഖാൻ, മൃഗങ്ങളെല്ലാം നിങ്ങളുടെ അവസാനത്തെ യുദ്ധം കാണുവാൻ കാത്തു നിൽക്കുകയാണ്. എന്റേതല്ല, ഇത് നിങ്ങളുടെ അവസാനത്തെ യുദ്ധമാണ്. അപ്പോൾ ടീനു പക്ഷി അവിടെ എത്തിച്ചേർന്നു. ഷേർസിംഗ്, നിങ്ങൾക്ക് ഷേർഖാനെ തോൽപ്പിക്കണോ? എന്റെ കയ്യിൽ ഒരു പൂവ് കൂടിയുണ്ട്. ഒരു പൂവും കൂടി? ആ പൂവ് കഴിച്ചപ്പോൾ നിങ്ങൾ ചെറുപ്പമായില്ലേ? ഈ പൂവ് കഴിച്ചാൽ നിങ്ങളുടെ ശക്തി കൂടുതൽ വർദ്ധിക്കും. ടീനു പക്ഷി, ഇതിനർത്ഥം നിങ്ങളാണോ ഷേർസിംഗിനെ ഇത്ര ചെറുപ്പക്കാരനാക്കിയത്? ഇത് കേട്ട് മൃഗങ്ങളെല്ലാം ടീനു പക്ഷിയെ പരിഭ്രാന്തിയോടെ നോക്കി. തരൂ ടീനു, തരൂ. ടീനു പക്ഷി ആ പൂവ് ഷേർസിംഗിന്റെ വായിൽ വെച്ചു. അത് നല്ലവണ്ണം ചവയ്ക്കാൻ തുടങ്ങി.